ഈ നമസ്കരിക്കാൻ തോന്നാറില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നമസ്കാരമൊക്കെ മിസ്സാകും, അല്ലെങ്കിൽ 5 എണ്ണം കംപ്ലീറ്റ് ചെയ്യാൻ സംടൈംസ് പറ്റാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പരാതി വരാറുണ്ട്. ഒരു കാര്യം, ഇസ്ലാമിന്റെ 5 പില്ലേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ഡെയിലി ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, അത് നമസ്കാരം മാത്രമാണ്. അപ്പോൾ പിന്നെ 5 വക്ത് നമസ്കരിക്കാത്ത ഒരു മുസ്ലിമും അല്ല ഒരു വ്യക്തിയും ഒരു അമുസ്ലിം തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസം? ആൻഡ് ഇത്രയൊക്കെ നമുക്ക് ചെയ്തു തരുന്ന ഒരാൾക്ക് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് നമസ്കാരം മാത്രമാണ്. ഖുറാനില് സൂറത്തു ത്വാഹയില് 14-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, വഖീമുസ് സ്വലാത്ത ലിദ്ദിക്രി, അള്ളാഹിന്റെ റിമെമ്പറൻസിനായിട്ട് നമസ്കാരം മുറപോലെ നിർവഹിക്കാനാണ് പറയുന്നത്. ആൻഡ് സൂറത്ത് ബഖറയില് 43-ാമത്തെ ആയത്ത്, സൂറത്ത് നിസായില് 103-ാമത്തെ ആയത്ത് തുടങ്ങി പല സ്ഥലങ്ങളിലും അള്ളാഹ് ഭയങ്കര ശക്തമായിട്ട് നമസ്കാരത്തിന്റെ പ്രാധാന്യം പറയുന്നുണ്ട്. ആൻഡ് ഖുറാനിലൂടെയാണ് പറയുന്നത്, അള്ളാഹിന്റെ സംസാരമാണ്. എന്നിട്ടും ഇതൊന്നും കൂടാതെ അള്ളാഹുവിന്റെ ഒരു പ്രോമിസ് കൂടിയും സൂറത്ത് കാഫിർ 60-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, കോൾ ഓൺ മീ ഐ വിൽ ആൻസർ യു. ഒരു വാണിംഗ് കൂടെ അതിലുണ്ട്, ദോസ് ഹു ഹേറ്റ്സ് മൈ വേർഷിപ്പ് വിൽ എൻ്റർ ഹെൽ. അതുകൊണ്ടൊക്കെ തന്നെ എന്തിരുന്നാലും നമസ്കാരം അതിന്റെ കറക്റ്റ് ടൈമിൽ നമസ്കരിക്കാൻ നോക്കുക. അതിന് കുറെ എക്സെപ്ഷൻ കേസസും ആൻഡ് കുറെ ഇളവുകളും അത് തന്നിട്ടുണ്ട്. പിന്നെ പലരും പറയുന്നത് നമസ്കരിക്കാൻ തോന്നാറില്ല, നമസ്കരിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമസ്കരിക്കാൻ പോകാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമസ്കരിക്കാൻ തീരെ തോന്നായിട്ടും അള്ളാഹ്ക്ക് വേണ്ടി അത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമസ്കരിക്കാൻ പോകല്ലേ, അതും ഒരു തരത്തിൽ ഒരു വേർഷിപ്പ് തന്നെയാണ്. സോ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഇനി ഒരു വക്ത നമസ്കാരം പോലും ഒരു മുസ്ലിമും ഒഴിവാക്കരുത്.